ഞാനും പിഷാരടിയായിട്ട് വഴക്കിടാറുണ്ട്. ഞാൻ കാരണം കേട്ടോ എപ്പോഴും പിഷാരടി ഞാനായിട്ടുള്ള തിരിച്ചറിവാണ് ഇദ്ദേഹത്തിന്റെ ബോധം. അത് ഞാൻ കാരണം എനിക്കുള്ളു. ഒരു 90% ഞാൻ കാരണം. പിന്നെ കുറച്ച് അവന്റെ അഹങ്കാരമുണ്ട്. അതൊരു 10% ഒരു അഹങ്കാരമുണ്ട്. അതുകൊണ്ട് യുവമാര് വഴക്കിടാറുണ്ടല്ലോ. യുവമാരും വഴക്കിടാറുണ്ട്. ഇതിലാരാ 90% ആരായിട്ടാ തോന്നി? ഇവൻ വഴക്കിടില്ല. അവനായിരിക്കുള്ളത് സെന്റിമെന്റ്സ് ഇത്തിരി കൂടുതലുള്ളവനാ. സെൻസിറ്റീവ് ആയിട്ട് ഭയങ്കര അതിന് ഭയങ്കര ബോറുണ്ട്. ഞാനിപ്പ പോലും ഞാൻ ഈ കാറിൽ വരുമ്പോ നീയും അമ്മയും കൂടി കാറിൽ ഇരുന്നിട്ട് ഒരു ഇന്റർവ്യൂ. ഞാന് വഴക്കിടുന്നതിന്റെ കാര്യമൊക്കെ ഉണ്ട്. ഇത് വിഷ്ണുവിന്റെ കേസ് വിട്, ധർമ്മേട്ടനായിട്ട് ഞാൻ എപ്പോഴും വഴക്ക. അത് ഞാൻ ഇന്ന് രാവിലെ എല്ലാ കാര്യത്തിലും പറയുന്നതാണ്. പുള്ളി അനുസരിക്കാറില്ല, ഒരു അനുസരണ ഇല്ലാത്ത ആളാ. അപ്പൊ വഴക്കിടും. ഇന്നലെ ഇവിടെ ഇന്റർവ്യൂവിന് വരാന്ന് പറഞ്ഞു എന്നെ കൊണ്ട് വിളിപ്പിച്ച്. ഞാൻ ഇന്നലെ രാവിലെ വിളിച്ച് പറഞ്ഞു ഉറപ്പായിട്ടും വരാം, വണ്ടി വിടുമെന്ന് പറഞ്ഞു. വണ്ടി വിട്ട് കഴിഞ്ഞപ്പോ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ ഒന്ന് അവിടെ തല കാണിച്ചിട്ട് പറ്റേന്ന് പറഞ്ഞു. ഈ തല കാണിക്കാൻ പോയിട്ട് പിന്നെ ബാക്കി തലയും കണ്ടില്ല, ഉടലും കണ്ടില്ല, കൈയും ഉണ്ടായിട്ടില്ല. അല്ല മോളെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ പരിപാടിയായിരുന്നു.